സാനിയോ മനോമി കൂടിയുണ്ട്. സാനിയോ, ചൂരൽമലയിലും ഒരു മുഴക്കം കേട്ടതായി നാട്ടുകാർ പറയുന്നു. ഇപ്പോൾ സാനിയോ നിൽക്കുന്നിടത്ത് അങ്ങനെ എന്തെങ്കിലും കേട്ടോ? സ്മൃതി, ഈ മുഴക്കം നാട്ടുകാർ മാത്രമല്ല ഞങ്ങളും കേട്ടിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് ഇടിയായിരിക്കുമെന്നാണ് നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. 10 മണിയോടെയാണോ? 10 മണിയോടെയാണോ? അതെ, 10 മണിയോടെയാണ്. ആ സമയത്ത് ലൈവ് നിൽക്കുന്ന സമയത്താണ് ഈ മുഴക്കം കേട്ടത്. പക്ഷെ ഞങ്ങൾ അപ്പോൾ വലിയ ഇടിയും മഴയും വരുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തിരുന്നു. ഏതായാലും 2 തവണയാണ് ആ ഒരു മുഴക്കം കേൾക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷെ പിന്നീട് മഴ പെയ്യുകയോ അല്ലെങ്കിൽ മഴക്കാറുണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ അത് ആ സമയം മറന്നും പോയി. കൂടുതൽ അതിനൊരു പ്രാധാന്യം കൊടുക്കാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ പിന്നീടാണ് ഈ അമ്പലവയലിനടക്കം ഇത്തരം മുഴക്കം കേട്ടു എന്ന് പറഞ്ഞപ്പോൾ ആ കാര്യം ഓർമ്മിക്കുന്നത്. ഏതായാലും ഇവിടുത്തെ നാട്ടുകാരടക്കം പറയുന്നുണ്ട് ഇങ്ങനെ ഒരു മുഴക്കം ഇവിടെയും കേട്ടിരുന്നു, ഇടിയായിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്നുള്ള കാര്യം. ഏതായാലും ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾ കേട്ടത് ഇടി തന്നെ ആയിരിക്കുമെന്നാണ് നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നതെങ്കിലും 10 മണിക്ക് ശേഷം പക്ഷെ മഴയൊന്നും 2 തവണ തന്നെയാണ് ഈ സ്ഫോടന ശബ്ദം കേട്ടതെന്നാണ് നാട്ടുകാർ പറയുന്നത്. സാനിയോ, ഇപ്പൊ സമയം നോക്കുമ്പോഴും ഒരേ സമയമാണ്, 10 മണി തന്നെയാണ്. അതേ സമയമാണ്. 10 മണിക്ക് ലൈവ് നിൽക്കുമ്പോഴാണ് ഉടൻ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് ഞങ്ങൾ കരുതിയതുകൊണ്ട് ഞങ്ങൾ അതിനുള്ള മുൻകരുതലുകളൊക്കെ എടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഏതായാലും മഴ ശബ്ദമാണ്, ഇടി ശബ്ദമാണെന്ന് വിചാരിച്ചെങ്കിലും എന്താണെന്ന് ഇപ്പോഴും അറിയില്ല. ഏതായാലും 2 തവണ തന്നെയാണ് അതും ഉണ്ടായിരുന്നത്. വലിയ സ്ഫോടന ശബ്ദം പോലെ ഒരു ഇടിമുഴക്കം, വലിയ തരത്തിലുള്ള ഒരു ഇടിമുഴക്കമാണ് കേട്ടത്. നാട്ടുകാരിൽ ചിലരും അത് കേട്ടിട്ടുണ്ട്, ചിലരല്ല അവിടെ നിന്ന് എല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് നമുക്ക് അറിയില്ലായിരുന്നു ഇത്തരം ഒരു പ്രതിഭാസം അമ്പലവയലിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം. യഥാർത്ഥത്തിൽ അവിടെ നിന്നും ഈ ദുരന്തബാധിത മേഖലയിൽ നിന്നും 10-24 കിലോമീറ്റർ അപ്പുറത്താണ് ഈ അമ്പലവയൽ. അപ്പോൾ അത്രയും ദൂരേക്ക് കേൾക്കണമെങ്കിൽ അത് ആ രൂപത്തിലുള്ള ശബ്ദമായിരിക്കണം. അതിനെക്കുറിച്ച് ഇപ്പോൾ വ്യക്തതയില്ല. പക്ഷേ അത് വേറെ ശബ്ദം എന്തെങ്കിലും ആണോ? മുണ്ടക്കൈയിലും സമാനമായ എന്തോ ഒരു അനുഭവം ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഏതായാലും അത് തിരച്ചിൽ നടത്തുന്ന പ്രദേശത്ത് അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല എന്ന് അല്ലമീൻ പറയുന്നു. പക്ഷെ അല്ലാതെ മേഖലകളിൽ ഉണ്ടായോ എന്ന് നമുക്കറിയില്ല. തിരച്ചിൽ നടക്കുന്ന മേഖലയിൽ അതുണ്ടായിട്ടില്ല. ശരി. പക്ഷേ